ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മുടെ ഈ അധ്യായത്തിൽ ടോട്ടൽ 25 വാക്യങ്ങളാണ് ഉള്ളത്. 3 ഹെഡിങ്സും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഹെഡിങ് ആണ് ദാവീദ്. ദാവീദിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ദാവീദ് എന്ന ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത് സാമുവൽ എന്ന പൂർവ്വപിതാവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സാമുവലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു പ്രത്യേകമായിട്ട് നമ്മളവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അഭിഷിക്തന്മാരെ, ഇസ്രായേൽ ജനത്തിന് വേണ്ട അഭിഷിക്തന്മാരെ നിയോഗിച്ചതും ഈ സാമുവലാണെന്ന്. അങ്ങനെ നിയോഗിച്ചൊരു അഭിഷിക്തനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, അത് സാവൂളായിരുന്നു. പക്ഷേ സാവൂള് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ അത് ലംഘിച്ചത് കൊണ്ടിട്ട് സാവൂളിനെ മാറ്റിയിട്ട് രാജ്യത്വം വേറൊരു വ്യക്തിക്ക് നൽകാനായിട്ട് സാമുവലിനോട് കർത്താവ് അരുൾ ചെയ്യാണ്. അങ്ങനെ സാമുവൽ കണ്ടുപിടിക്കുന്ന അടുത്ത വ്യക്തിയാണ് നമ്മുടെ ഈ ദാവീദ് എന്ന് പറയുന്നത്. അപ്പോൾ ദാവീദിൻ്റെ പ്രത്യേകതകളും ദാവീദിന് ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രഭാഷകൻ പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നാമത്തെ വാക്യം, അവനുശേഷം ദാവീദിൻ്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. അപ്പോൾ പ്രഭാഷകൻ പറയാണ്, സാമുവലിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ സ്മരിക്കേണ്ട പൂർവ്വപിതാവെന്ന് പറയുന്നത് ആരാണ്? ദാവീദാണ്. ദാവീദിൻ്റെ ഭരണസമയത്തുള്ള പ്രത്യേകത എന്തായിരുന്നു? ദാവീദിൻ്റെ നാളുകളിൽ ഒരു വലിയൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. നാഥാൻ എന്നാണ് പ്രവാചകൻ്റെ പേര്. ഈ പ്രവാചകനിലൂടെയാണ് ദാവീദ് തൻ്റെ ഓരോ ക്രൂഷ്യൽ സിറ്റുവേഷൻസിലും ദൈവവുമായിട്ട്, കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. കർത്താവ് വലിയൊരു ഉടമ്പടി ദാവീദുമായിട്ട് വെക്കുന്നുണ്ട്. ആ ഉടമ്പടി എല്ലാം ആരുടെ മീഡിയേഷനിലായിരുന്നു? ഈ നാഥാൻ പ്രവാചകൻ്റെ മീഡിയേഷനിലായിരുന്നു. അപ്പോൾ ദാവീദ് പറഞ്ഞാൽ ഒപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു വ്യക്തിയാണ് നാഥാൻ പ്രവാചകൻ. ദാവീദിൻ്റെ ലൈഫിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുള്ള, ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തുള്ള ഒരു വ്യക്തിയാണ് നാഥാൻ പ്രവാചകൻ. ഓരോ സിറ്റുവേഷനിലും കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് ഈ നാഥാൻ പ്രവാചകൻ്റെ മീഡിയേഷനിലൂടെ ആയിരുന്നു. അതാണ് പറയുന്നത്, അവന് ശേഷം, സാമുവലിന് ശേഷം ദാവീദിൻ്റെ നാളുകളിൽ നാഥാനാണ് പ്രവചനം നടത്തിയത്. രണ്ടാമത്തെ വാക്യം പറയുന്നത്, സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ദാവീദിനെ നമ്മുടെ സാമുവൽ തിരഞ്ഞെടുത്ത രീതിയാണ് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ സാവൂൾ കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ ലംഘിച്ച് കർത്താവിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് സാമുവലിനോട് പറയാണ്, സാവൂളിൽ നിന്ന് ഭരണം നീ കളയണം, എന്നിട്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നീ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണം, തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നീ അവന് രാജ്യത്വം നൽകണം. അങ്ങനെ സാമുവൽ, ജെറുസലേംകാരനായിട്ടുള്ള ഒരു കർഷകനുണ്ട്, ജെസ്സെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകനെയാണ് കർത്താവിനെ അടുത്ത ഈ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ സാമുവൽ രാജാവ് കുഴലിൽ തൈലവുമായിട്ട് ഈ ജെറുസലേംകാരനായിട്ടുള്ള ജെസ്സയുടെ ഭവനത്തിലേക്ക് പോവാണ്. അപ്പോൾ ജെസ്സയ്ക്ക് ടോട്ടൽ 7 മക്കളാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ആൾ ജെസ്സയെ പരിചയപ്പെടുത്തുന്നുണ്ട് സാമുവലിനെ. സാമുവൽ അഭിഷേകം ചെയ്യാൻ പോകുമ്പോൾ കർത്താവ് സാമുവലിനോട് പറയും, ഇവനല്ല. അങ്ങനെ രണ്ടാമത്തെ ആൾ പരിചയപ്പെടുത്തും. അങ്ങനെ പരിചയപ്പെടുത്തി 6 മക്കളെയും പരിചയപ്പെടുത്തി. അപ്പോൾ സാമുവൽ പറയാണ്, ഇവരാരുമല്ല, വേറെ ആരെങ്കിലും നിനക്കുണ്ടോ മക്കളായിട്ട്? അപ്പോൾ ജെസ്സെ പറയാണ്, ഒരാളും കൂടിയുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാനായിട്ട് പോയിരിക്കുവാണ്, അവനെ ഞാൻ വിളിപ്പിക്കാം എന്നും പറഞ്ഞ് ദാവീദിനെ വിളിപ്പിക്കുകയാണ്. ദാവീദിനെ വിളിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ കർത്താവ് സാമുവലിനോട് പറയണം, ഇവനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന അടുത്ത അഭിഷിക്തൻ. അങ്ങനെ നമ്മുടെ സാമുവൽ ദാവീദിനെ അഭിഷേകം ചെയ്യാണ്, ദാവീദിനെ അടുത്ത രാജാവാക്കുകയാണ്. അങ്ങനെ സാവൂളിന് ശേഷം ആ രാജ്യസ്ഥാനത്തേക്ക് പദവിയിലേക്ക് എത്തുന്നതാണ് നമ്മുടെ ദാവീദ്. സാമുവലാണ് ദാവീദിനെയും അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പേരിൽ നിന്ന് വിശിഷ്ടമായ ഒരു കൊഴുപ്പെന്ന പോലെ കർത്താവ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് എണ്ണി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര്? ദാവീദ്. അത്രയും പ്രോസസ്സിങ്ങിലൂടെ കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ദാവീദ്. അപ്പോൾ ദാവീദിൻ്റെ ആ തിരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ വാക്യം, സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം നമ്മുടെ ദാവീദിന് കൊടുത്ത 2 അനുഗ്രഹങ്ങളാണ്.
ഒന്ന് അധികാരം, മറ്റുള്ളവരുടെ മുൻപിലുള്ള അധികാരം. 2 ബഹുമാനം, പവറും ഹോണറും. ഇത് രണ്ടും ദൈവം ദാവീദിന് വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്ത അനുഗ്രഹങ്ങളാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് 3-ാമത്തെ വാക്യം. അവൻ കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ സിംഹങ്ങളുമായി മല്ലിടാനായിട്ട് നമുക്ക് എന്ത് വേണം? പവർ വേണം അല്ലേ? അപ്പോൾ കോലാട്ടിൻ കുട്ടികളോട് എന്ന പോലെ അത്രയും ലാഘവത്തോടു കൂടിയാണ് അവൻ സിംഹങ്ങളുമായിട്ട് കളിയാടിയിരുന്നത്. അതുപോലെ ചെമ്മരിയാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ അത്രയും സിമ്പിളായിട്ടാണ് അവൻ കരടികളുമായിട്ട് കളിയാടിയിരുന്നത്. അപ്പോൾ സിംഹവും കരടിയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമലാണ്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ കൂടെ വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ ദാവീദ് കളിയാടിയിരുന്നത്. അത്രയും പവറും അത്രയും ഹോണറുമാണ് കർത്താവ് ദാവീദിന് നൽകിയിട്ടുള്ളത്. അത്രയും അധികാരവും അത്രയും ബഹുമാനീയനുമായിരുന്നു ആര്? നമ്മുടെ ദാവീദ്. 4-ാമത്തെ വാക്യം പറയുന്നത്, അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിൻ്റെ അപമാനം നീക്കിയില്ലേ? ഇതെന്താ സംഭവം? നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിനെതിരെ ഫിലിസ്തീയർ ശക്തി പ്രാപിച്ച് ഫിലിസ്തീയർ ആക്രമിക്കാൻ വന്നപ്പോൾ ഫിലിസ്തീയരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ബലശാലിയായിട്ടുള്ള വ്യക്തിയായിരുന്നു ഗോലിയാത്ത്. അതേ സ്ഥാനത്ത് ഗോലിയാത്തിനെതിരെ നിന്നതാരാണ്? നമ്മുടെ ഈ യുവാവായിട്ടുള്ള വളരെ നേർത്ത, അധികം ശക്തിയൊന്നുമില്ലാത്ത നമ്മുടെ ഈ ദാവീദായിരുന്നു. എങ്കിൽ പോലും കർത്താവ് ആ ഗോലിയാത്തിനെ, മല്ലനായിട്ടുള്ള ഗോലിയാത്തിനെ ദാവീദിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ കവിണയിൽ കല്ല് വെച്ച് ഗോലിയാത്തിനെ എറിഞ്ഞ് വീഴ്ത്തിയതിന് ശേഷം സ്വന്തം കയ്യിൽ വാളുപോലും ഇല്ല ദാവീദിന്. എന്നിട്ട് ഗോലിയാത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വാളെടുത്തിട്ടാണ് ഗോലിയാത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞത്. അപ്പോൾ അത്രയും നിസ്സാരനായിട്ടുള്ളൊരു വ്യക്തിനെ ഇത്രയും വലിയ ആയുധങ്ങൾ ധരിച്ചൊരു മല്ലനുമായിട്ട് എതിരിടാനും ഒപ്പം വലിയ വിജയം വരിക്കാനും ദൈവം അനുവദിച്ചു. അപ്പം അത്രമാത്രം ദൈവത്തിൻ്റെ കരം ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ കൂടെ ആര് സഞ്ചരിക്കുകയായിരുന്നു? ദൈവം സഞ്ചരിക്കുകയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഏതവസ്ഥയിലും ദാവീദ് ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുമായിരുന്നു. ഈ ഗോലിയാത്തിൻ്റെ സമയത്തും ദാവീദ് ആരെ വിളിച്ചപേക്ഷിച്ചു? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എനിക്ക് നീ വേണം എന്നെ സഹായിക്കാൻ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ടിട്ടാണ് ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ദാവീദ് പറയുന്നുണ്ട്, വാളും കുന്തവും ചാട്ടയുമായിട്ട് നീ എൻ്റെ നേർക്ക് വരുന്നു, പക്ഷെ ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേലികളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. എൻ്റെ കയ്യിൽ വാളോ പരിചയമോ നിന്നെ ആക്രമിക്കാനുള്ള ആയുധങ്ങളോ ആൾബലമോ ഒന്നുമില്ല. ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ്. ആ ഒരു നാമത്തിലാണ് നിന്നോട് ഞാൻ ആക്രമിക്കാനായിട്ട് വരുന്നത്. നിന്നെ ആക്രമിക്കാൻ ഞാൻ വരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഗോലിയാത്തിനെ വരെയും നമ്മുടെ ദാവീദിൻ്റെ കരങ്ങളിൽ ദൈവം കൊടുക്കുകയാണ്. ആ വലിയ കാര്യമാണ് ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവൻ യൗവനത്തിൽ, യുവാവായിരിക്കുന്ന സമയത്ത് കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തില്ലേ? അവൻ വീണുപോയി. ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിൻ്റെ അപമാനം നീക്കിയില്ലേ? ആരുടെ? ഇസ്രായേലിയരുടെ അപമാനം നീക്കിയില്ലേ? ഇല്ലെങ്കിൽ ഇസ്രായേലിൽ എന്ത് ചെയ്താനെ? ഫിലിസ്തീയരുടെ കയ്യിൽ അകപ്പെട്ടാനെ. അപ്പോൾ ഗോലിയാത്തിനെ കൊന്നത് വഴിയായിട്ട് ഇത് കണ്ടു നിന്ന ഫിലിസ്തീയരായിട്ടുള്ള ശത്രുക്കൾ ഓടിപ്പോയി എന്നാണ് പറയണേ. അങ്ങനെ ഇസ്രായേലിയർ അവരുടെ മുമ്പിൽ വിജയം വരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലിയരുടെ അപമാനം നമ്മുടെ ദാവീദ് നീക്കിക്കളയാണ്. അടുത്തത് 5-ാമത്തെ വാക്യമാണ്. അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു, തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടെ നിന്ന് അവൻ്റെ വലതുകരം ശക്തമാക്കി. കണ്ടോ, കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചതിന് കർത്താവ് ദാവീദിന് നൽകിയ ഉത്തരമാണ് ഗോലിയാത്തിൻ്റെ അവസ്ഥ. ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തത്, ഗോലിയാത്തിനെ വധിച്ചത്. ഓക്കെ, അപ്പോൾ അത്യുന്നതനായ കർത്താവിനെ നമ്മുടെ ദാവീദ് വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ എന്താ ചെയ്തത്? തൻ്റെ ജനത്തിൻ്റെ, ഇസ്രായേലിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട്, ശത്രുക്കളുടെ മുൻപിൽ ജയിക്കാനായിട്ട്, ശത്രുവിൻ്റെ യുദ്ധവീരനെ കൊല്ലുന്നതിന് എന്ത് ചെയ്തു? ദൈവം അവൻ്റെ വലതുകരം ശക്തമാക്കി. അവൻ്റെ വലതുകരത്തിലൂടെയാണ് അവനെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയത്, ഗോലിയാത്തിനെ. ആ വലതുകരത്തിലൂടെ ദൈവം പ്രവർത്തിക്കുകയായിരുന്നു ദാവീദിൻ്റെ. ഓക്കെ, അപ്പോൾ 5-ാമത്തെ വാക്യം, എങ്ങനെയാണ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ വലിയ ഉത്തരമായിട്ട് കർത്താവ് ദാവീദിൻ്റെ അടുത്തെത്തിയത്, വലിയ വിജയം ദാവീദിന് കർത്താവ് കൊടുത്തത്, ഇസ്രായേലരുടെ അപമാനം കർത്താവ് നീക്കിയത്. അതിനെക്കുറിച്ചാണ് 5-ാമത്തെ വാക്യം
പറയുന്നത്. 6-ാമത്തെ വാക്യത്തിൽ 10,000-ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു. എന്താ ചെയ്തത്? ഗോലിയാത്തിനെ കൊന്ന് ഫിലിസ്തീയരെ തുരത്തിയപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ എന്തും പറഞ്ഞാണ് അവനെ മഹത്വപ്പെടുത്തിയത്? 10,000-ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ, 10,000-കണക്കിന് ശത്രുജനതകളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനം അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു, മഹിമയുടെ കിരീടം അണിയിച്ചു. അത്രമാത്രം ബഹുമാനമാണ് ദൈവം ദാവീദിനായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത്രമാത്രം ബഹുമാന്യനായിരുന്നു ദാവീദ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. എന്താ പറയുന്നത്? എല്ലാവരും, ഇസ്രായേൽ ജനം കർത്താവ് തങ്ങളുടെ മേൽ ദാവീദിലൂടെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ പ്രതി കർത്താവിനെ സ്തുതിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഈ കാര്യമാണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും അത് തന്നെ കണ്ടിന്യൂറ്റിയാണ്. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. ആരെ ഉദ്ദേശിക്കുന്നത്? ഫിലിസ്തീയരെയാണ്. എതിരാളികളായ ഫിലിസ്തീയരെ അവൻ നശിപ്പിച്ചു, നിശേഷം നശിപ്പിച്ചു. ശേഷിച്ചിരുന്നവർ ഓടിപ്പോയി. തങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായവനെയാണ് ഒരു ശക്തിയുമില്ല എന്ന് കാഴ്ചയിൽ തോന്നിക്കുന്ന വ്യക്തി കൊന്നുകളഞ്ഞത്. അപ്പോൾ ഫിലിസ്തീർ അത് കണ്ട് പേടിച്ച് ഓടിപ്പോയി, അവരെ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു. പിന്നീട് അവർക്ക് ശക്തിയില്ലാതെ, ശക്തി കുറഞ്ഞവരായിട്ട് ഇന്നും അവർ കഴിയുന്നു. പിന്നീട് അവർക്ക് ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവർത്തിക്കാനോ ഇസ്രായേൽ ജനത്തിനെ ആക്രമിക്കാനോ ഉള്ള ശക്തി ഇല്ലായിരുന്നു. അത്രമാത്രം വലിയൊരു ഡാമേജാണ് ദാവീദ് ഫിലിസ്തീയർക്ക് വരുത്തിയിരിക്കുന്നത്. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അപ്പോൾ ദാവീദിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏതൊരു കാര്യത്തിനും കർത്താവിന് നന്ദി പറയുക. തൻ്റെ ലൈഫിൽ കിട്ടിയ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ദാവീദ് കർത്താവിനെ സ്തുതിക്കുകയും പരിശുദ്ധനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു. എന്ത് കാര്യത്തിനും കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളത് ദാവീദിൻ്റെ ഒരു ഹോബിയായിട്ട് മാറി. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. എപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ മനസ്സിലൊരു ചാഞ്ചല്യവുമില്ലാതെ അവൻ എന്ത് ചെയ്തു? ക്രിസ്തുവിനെ, പിതാവായ ദൈവത്തിന്, ക്രിസ്തുവല്ല സൃഷ്ടാവിനെ സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അപ്പോൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എപ്പോഴും നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു, കൃതജ്ഞത അർപ്പിക്കുമായിരുന്നു ദാവീദ്. 2-ാമത്തത് പറയുന്നത് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും ഒപ്പം സ്തുതി പാടുകയും ചെയ്യുമായിരുന്നു. തൻ്റെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ദാവീദ് കൃതജ്ഞത അർപ്പിക്കുമായിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും ഒപ്പം സ്തുതി പാടുകയും ചെയ്യുമായിരുന്നു. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇനി അവൻ കൊണ്ടുവന്ന കുറേ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 1-ാമത്തത്, ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. എന്താ ചെയ്തേ? കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിന് സ്തുതികൾ കിട്ടണം. ഓക്കെ, വല്ലപ്പോഴും അല്ല, ഒക്കേഷണലി അല്ല ദൈവത്തിന് സ്തുതി പാടേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൻ്റെ ബലിപീഠത്തിന് മുന്നിൽ സ്തുതികൾ അർപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ദാവീദ് ഒരു ഗായക സംഘത്തെ തന്നെ നിയോഗിക്കുകയാണ് ബലിപീഠത്തിന് മുൻപിലായിട്ട്. 10-ാമത്തെ വാക്യം പറയുന്നത് അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. ഓരോ സെലിബ്രേഷൻസ് അവൻ കൊണ്ടുവന്നു. ബലിപീഠത്തിന് മുന്നിൽ കർത്താവിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ മഹത്വം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഫെസ്റ്റിവൽസ് കൊണ്ടുവരാൻ തുടങ്ങി. സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. അതിന് ഓരോ സമയം നിശ്ചയിക്കാൻ തുടങ്ങി. വർഷത്തിൽ ഇന്ന സമയം നമ്മൾ ഇന്ന രീതിയിൽ കർത്താവിന് സ്തുതി പാടണം, ഇന്ന സമയം നമ്മൾ ഇന്ന രീതിയിലുള്ള ഫെസ്റ്റിവൽ സെലിബ്രേഷൻസ് നടത്തണം, അതുവഴി കർത്താവിനെ സ്തുതിക്കണം. അങ്ങനെ ഓരോ ഉത്സവങ്ങളും അവൻ കളറാക്കാൻ തുടങ്ങി. അതിന് ഓരോ കാലം നിശ്ചയിക്കാൻ തുടങ്ങി. അത് ആരുടെ പ്രത്യേകതയായിട്ടാണ് പറയുന്നത്? ദാവീദിൻ്റെ പ്രത്യേകതയായിട്ടാണ് പറയുന്നത്. അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതികളാൽ ഉദയത്തിന് മുൻപ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ വിശുദ്ധ സ്ഥലം ഫുൾ ഓണായി. കാര്യം എന്തെന്നാണ്? ഗായക സംഘം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവിൻ്റെ സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഫുൾ ഓണാണ്, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായക സംഘം അവരുടെ ജോലിയിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം സ്തുതിഗീതികളാണ്, അത്രമാത്രം കൃതജ്ഞതകളാണ് ദാവീദിലൂടെ കർത്താവിലേക്ക് എത്തിയിരിക്കുന്നത്. 11-ാമത്തെ വാക്യം പറയുന്നത്
കർത്താവ് അവൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവന് രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനത്തിന് ഉടമ്പടി വഴി നൽകി. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്ന, ഇത്രയൊക്കെ കർത്താവിന് നന്ദി പറയുന്ന ദാവീദിനും ഒരു വീക്ക്നെസ് ഉണ്ടായി, ദാവീദിനും ഒരു പാപമുണ്ടായി, ദാവീദിനും ഒരു വീഴ്ചയുണ്ടായി. ആ വീഴ്ചയിൽ നിന്ന് എന്തായിരുന്നു ആ വീഴ്ച? ദാവീദിന് ഒരു വിവാഹിതയായിട്ടുള്ളൊരു സ്ത്രീയെ ഇഷ്ടമായിരുന്നു. ആ സ്ത്രീയുടെ പേരെന്തായിരുന്നു? ബത്ശേബ എന്നായിരുന്നു. അവളുടെ ഭർത്താവിൻ്റെ പേര് ഊറിയ എന്നായിരുന്നു. അപ്പോൾ ഈ ബത്ശേബയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദാവീദ് ഊറിയെ ഒരു യുദ്ധത്തിനയച്ച് കൊന്നുകളയുന്നുണ്ട്. അങ്ങനെ ബത്ശേബയെ സ്വന്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അഡൾട്ടറി, എക്സാക്റ്റ് മലയാളം അവിഹിത രീതി. ഓക്കെ, അപ്പോൾ ഇത് കർത്താവിന് ഒട്ടും പ്രീതികരമായിരുന്നില്ല. അങ്ങനെ ബത്ശേബയിൽ നമ്മുടെ ദാവീദിനുണ്ടായിരുന്ന കുഞ്ഞിനെ കർത്താവിൻ്റെ പ്രഹരമേൽക്കുകയാണ്. ആ കുഞ്ഞിന് അസുഖം വന്ന് ആ കുട്ടി മരിക്കുകയാണ്. ഇതാണ് ദാവീദിന് കർത്താവ് കൊടുത്ത ശിക്ഷ. ഈ ഒരു പാപത്തിന് കർത്താവ് നൽകിയ ശിക്ഷ അതാണ്. പക്ഷെ പിന്നീട് നഥാൻ പ്രവാചകൻ ഇത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ദാവീദ് അനുദപിക്കുന്നുണ്ട്. ദാവീദ് തൻ്റെ പാപം ഏറ്റു പറഞ്ഞ് അനുദപിക്കുന്നുണ്ട്. ആ അനുതാപത്തിൽ കർത്താവ് പ്രീതിപ്പെട്ടുകൊണ്ട് ദാവീദിന് വീണ്ടും തൻ്റെ അധികാരം റീസ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും തൻ്റെ രാജ്യത്വം, വീണ്ടും അധികാരങ്ങളും എന്നേക്കുമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനും ഒരു വീക്ക്നെസ് പോയിൻ്റ് ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ വീക്ക്നെസ്സും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഊറിയായുടെ ഭാര്യയായ ബത്ശേബയെ സ്വന്തമാക്കാനായിട്ട് ചതിയിലൂടെ ഊറിയായെ കൊലപ്പെടുത്തുന്നുണ്ട് യുദ്ധത്തിനയച്ച്. അങ്ങനെ അവളിലൊരു പുത്രനൊക്കെ ജനിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു പാപത്തിൽ പശ്ചാത്തപിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് അതിൽ പ്രീതിപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ദാവീദിന് തിരിച്ച് അധികാരം എന്നേക്കുമായിട്ട് നൽകുന്നുണ്ട്. അവിടെ നിന്ന് അവന് രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. എന്ത് വഴിയാണ് നൽകിയിരിക്കുന്നത്? ഇതെല്ലാം ഉടമ്പടി വഴിയാണ് നൽകിയിരിക്കുന്നത്. എന്തായിരുന്നു ആ ഉടമ്പടിയിൽ നഥാനിലൂടെ കർത്താവ് ദാവീദിനോട് പറഞ്ഞ കാര്യങ്ങൾ? അത് നമ്മുടെ 2 സാമുവേലിൽ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നിൻ്റെ മുൻപിൽ നിൻ്റെ ശത്രുക്കളെ എല്ലാം ഞാൻ നശിപ്പിക്കും. അവരാരും നിന്നെ കീഴ്പ്പെടുത്താനായിട്ട് ഞാൻ ഇടവരുത്തുകയില്ല. പിന്നെയും പറയുന്നുണ്ട്, ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ വലിയ മഹാനാക്കി മാറ്റും, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തും. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ വാഗ്ദാനങ്ങൾ നമ്മുടെ കർത്താവ് ഉടമ്പടിയിലൂടെ ദാവീദുമായിട്ട് നൽകുന്നുണ്ട്. അത് പിന്നീട് ദാവീദിൻ്റെ സന്തതി തലമുറയിൽ, പിന്നീടുള്ള പാരമ്പര്യത്തിൽ, പിൻഗാമികളിൽ കർത്താവ് ആ കൽപ്പന അല്ലെങ്കിൽ ആ ഉടമ്പടി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ദാവീദിനെ കുറിച്ച് പ്രഭാഷകൻ പറയുന്ന കാര്യങ്ങൾ. അടുത്തത് നമ്മുടെ 2-ാമത്തെ ഹെഡിങ് ആണ്. അത് സോളമനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോളമനെ കുറിച്ചിട്ട് 12-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ, എവിടെ മുതൽ എവിടം വരെയാണ്? 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് സോളമനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആരായിരുന്നു സോളമൻ എന്ന് നമ്മൾ അറിയണം. സോളമനും നമ്മുടെ ദാവീദിൻ്റെ പുത്രനാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ബത്ശേബയിലെ ഊറിയായുടെ ഭാര്യയായ ബത്ശേബയിൽ നമ്മുടെ സോളമൻ ഉണ്ടായിരുന്ന പുത്രനായിരുന്നു, നമ്മുടെ ദാവീദിനുണ്ടായിരുന്ന പുത്രനായിരുന്നു സോളമൻ. ഓക്കെ, അപ്പോൾ സോളമനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വിവേകിയായിരുന്നു, ജ്ഞാനിയായിരുന്നു സോളമൻ വളരെ ജ്ഞാനമുള്ളവനായിരുന്നു, വിവേകിയായിരുന്നു. ഓക്കെ, അതാണ് സോളമനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം. 12-ാമത്തെ വാക്യം പറയുന്നത്, ബുദ്ധിമാനായൊരു പുത്രൻ അവന് പിൻഗാമിയായി. അപ്പോൾ ദാവീദിൻ്റെ പിൻഗാമി ആരായിരുന്നു? വളരെ ബുദ്ധിമാനായിട്ടുള്ള പുത്രനായിട്ടുള്ള സോളമനായിരുന്നു. പക്ഷെ അവൻ വളരെ യങ് ഏജിൽ, വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷെ അവൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവൻ വളരെ ബുദ്ധിമാനായിരുന്നു. അവൻ്റെ അപ്പൻ ദാവീദ്, അമ്മയായ ആരായിരുന്നു? ബത്ശേബ, ഊറിയായുടെ ഭാര്യയായിരുന്ന ബത്ശേബ. അവൻ നിമിത്തം പുത്രൻ്റെ ജീവിതം സുരക്ഷിതമായി. എന്താ പറയുന്നത്? ദാവീദിൻ്റെ പ്രവൃത്തികൾ നിമിത്തം അവൻ്റെ പുത്രനായിട്ടുള്ള സോളമൻ്റെ ജീവിതം വളരെ എന്തായിരുന്നു? സേഫായിരുന്നു, സുരക്ഷിതമായിരുന്നു. ഓക്കെ, കർത്താവിൻ്റെ വളരെ പ്രിയങ്കരനായിട്ടുള്ള രീതിയിലാണ് സോളമൻ വളർന്നു വന്നത്. തൻ്റെ ദാവീദിൻ്റെ നല്ല പ്രവൃത്തികൾ, പിന്നീടുള്ള നല്ല പ്രവർത്തനം കൊണ്ട് തൻ്റെ മകനായിട്ടുള്ള സോളമൻ്റെ ലൈഫ് പോലും വളരെ സേഫായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതാണ് പറയുന്നത്, ബുദ്ധിമാനായൊരു പുത്രൻ അവന് പിൻഗാമിയായി, അവൻ നിമിത്തം പുത്രൻ്റെ ജീവിതം സുരക്ഷിതമായി.
13-ാമത്തെ വാക്യം പറയുന്നത് സോളമൻ്റെ ഭരണകാലം സമാധാനപൂർണ്ണമായിരുന്നു. വളരെ സമാധാനപൂർവ്വം ജനങ്ങൾ വളരെ പീസ്ഫുള്ളി ജീവിക്കുന്ന സമയമായിരുന്നു സോളമൻ്റെ ഭരണകാലം, സോളമൻ രാജാവായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. ഏത് മേഖലയിലും, അത് ലൈഫിൽ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, അവൻ്റെ ഭരണ രീതിയിലായിക്കോട്ടെ, ജനങ്ങളുടെ ഇതിലായിക്കോട്ടെ, രോഗങ്ങൾ വരാത്ത അവസ്ഥയിലായിക്കോട്ടെ, യുദ്ധത്തിലായിക്കോട്ടെ, ശത്രുക്കളിലായിക്കോട്ടെ, എല്ലാത്തിലും സോളമന് ദൈവം വലിയ അനുഗ്രഹമാണ് നൽകിയത്, സമാധാനം. സോളമന് സമാധാനം, എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവൻ ഒരു ആലയം നിർമ്മിച്ചു. അതുവരെയും ഇസ്രായേൽ ജനം തങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടാരങ്ങൾ അടിച്ചൊക്കെയാണ് ദൈവത്തിന് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്വന്തമായിട്ട് സ്ഥിരമായിട്ട് ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു ആലയം ഉണ്ടായിരുന്നില്ല. അത് നിർമ്മിച്ചത് നമ്മുടെ സോളമനാണ്, സോളമൻ രാജാവാണ്. സോളമൻ മോറിയ മലയിൽ, ജെറുസലേമിലെ മോറിയ മലയിൽ വെച്ചിട്ടാണ് ഈ ആലയം നിർമ്മിക്കുന്നത്. ഈ മലയ്ക്ക് 2 പ്രത്യേകതകളാണ് ബൈബിളിൽ പറയുന്നത്. ഒന്ന്, നമ്മുടെ ദാവീദിന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് ഈ മലയിൽ വെച്ചിട്ടാണ്. 2, നമ്മുടെ അബ്രഹാം തൻ്റെ പുത്രനായിട്ടുള്ള ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നതും ഈ മലയുടെ മുകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത്രയും സിഗ്നിഫിക്കൻസ് ഉള്ളൊരു സ്ഥലത്താണ് നമ്മുടെ ഈ സോളമൻ രാജാവ് എന്ത് സ്ഥാപിക്കുന്നത്? കർത്താവിന് സ്ഥിരമായിട്ടുള്ളൊരു ആലയം നിർമ്മിക്കുന്നത്. അതെവിടെയാണ്? ജെറുസലേമിലെ മോറിയ മലയിലാണ്. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമൊരുക്കി. ആര്? നമ്മുടെ ഈ സോളമൻ രാജാവ് ഒരു ആലയമൊരുക്കി. അത് എന്നും നിലനിൽക്കുന്ന ഒരു എന്താ പറയുക, മറ്റത് ഇസ്രായേൽ ജനം പോകുന്നിടത്ത് കൂടാരം അടിച്ചാണ് ആരാധിച്ചിരുന്നത്. സ്ഥിരമായിട്ട് എന്നും നിലനിൽക്കുന്ന ഒരു ആലയം സ്ഥാപിച്ചത് സോളമൻ രാജാവാണ്. അത് ജെറുസലേമിൽ ആണ്. അടുത്തത് 14-ാമത്തെ വാക്യമാണ്. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു. പ്രഭാഷകൻ പറയാണ്, യൗവനത്തിൽ തന്നെ സോളമൻ രാജാവേ നീ എത്ര ജ്ഞാനിയായിരുന്നു, എന്തോരം ബുദ്ധിയായിരുന്നു, എത്രമാത്രം വിവേകമായിരുന്നു നിനക്ക് ഉണ്ടായിരുന്നത്. നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. വരുന്ന ആളുകളിലേക്കും നിന്നിൽ പരിചയപ്പെടുന്ന ആളുകളിലേക്കും ഒക്കെ ആ വിജ്ഞാനവും ആ ജ്ഞാനവും കവിഞ്ഞൊഴുകുകയാണ്. അത്രമാത്രം വിസ്ഡം നിനക്കുണ്ടായിരുന്നു, അത്രമാത്രം ജ്ഞാനിയായിരുന്നു നീ. ഓക്കെ, അന്ന് പ്രഭാഷകൻ പറയാണ് ആരെക്കുറിച്ച്? സോളമൻ രാജാവിനെ കുറിച്ച്. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും ഈ സോളമൻ രാജാവിൻ്റെ ജ്ഞാനത്തിനെ കുറിച്ച് പ്രഭാഷകൻ വർണ്ണിക്കുകയാണ്. ഓക്കെ, സോളമൻ രാജാവിൻ്റെ വിവേകത്തെക്കുറിച്ചാണ് ഈ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 15-ാമത്തെ വാക്യം നോക്കാം. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. എല്ലായിടങ്ങളിലുള്ള ആളുകൾ നിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, നിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പരസ്പരം പറയാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിൻ്റെ ജ്ഞാനം നീ എന്ത് ചെയ്തു? അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉപമകൾ വഴിയും സൂക്തങ്ങൾ വഴിയും നീ പകർന്നു തരാൻ തുടങ്ങി. നിൻ്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. ആൾപ്പാർപ്പ് കുറഞ്ഞ, സമ്പർക്കം കുറഞ്ഞ, കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞ ആളുകളുടെ അടുത്തേക്ക് വരെ നിന്നെക്കുറിച്ചുള്ള പ്രശസ്തി എത്താൻ തുടങ്ങി. അത്രമാത്രം നീ എല്ലാവർക്കും ബഹുമാന്യനും എല്ലാവരും വിസ്മയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയുമായി നീ മാറി എന്ന് പ്രഭാഷകൻ സോളമൻ രാജാവിനെ കുറിച്ച് പറയാണ്. എന്നിട്ട് പറയാണ്, സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. എല്ലാ രീതിയിലും ജനങ്ങൾക്ക് വളരെ സമാധാനപൂർവ്വം വർത്തിക്കാനുള്ള സിറ്റുവേഷൻസും ഒരു സറൗണ്ടിങ്സും നീ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അതുവഴി നീ ലോകം മുഴുവനും അറിയപ്പെടാൻ തുടങ്ങി. നിൻ്റെ പ്രശസ്തി ലോകം മുഴുവനും എത്താൻ തുടങ്ങി. നിൻ്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. അപ്പോൾ നിൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അത് നീ കർത്താവിന് കൊടുക്കുന്ന കീർത്തനങ്ങളായാലും നീ ജനങ്ങൾക്ക് പറഞ്ഞു തരുന്ന സുഭാഷിതങ്ങളായാലും കുഞ്ഞു കഥകൾ, അതാണ് ഉപമകളായാലും, മറിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള പ്രത്യുത്തരങ്ങളായാലും ഇതെല്ലാം കേട്ട് ജനങ്ങൾ വിസ്മയിക്കാൻ തുടങ്ങി. നീ എത്രമാത്രം ബുദ്ധിമാനാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. വിലമതിപ്പുള്ള കാര്യങ്ങളാണ് സ്വർണവും വെള്ളിയും, അല്ലേ? അത് നിസ്സാര കാര്യം പോലെ നീ ശേഖരിക്കാൻ തുടങ്ങി, നിൻ്റെ ജ്ഞാനം കൊണ്ട്, നിൻ്റെ വിവേകം കൊണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഒരു കഥ ബൈബിളിൽ പറയുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ മേൽ 2 അമ്മമാർ അവകാശം പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് സാമുവൽ രാജാവ് പറയാണ്, ഒരു വാള് കൊണ്ടുവരട്ടെ. ആ വാള് കൊണ്ട് തന്നെ കുഞ്ഞിനെ വെട്ടാൻ ഓങ്ങുന്നത് ആരാണോ അവരായിരിക്കും അമ്മ എന്ന്
സോളമൻ രാജാവ് ഉള്ളിൽ വിചാരിച്ച് ആ വാൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ അമ്മയല്ലാത്ത സ്ത്രീ കുഞ്ഞിനെ വെട്ടാൻ ഓങ്ങുകയും അമ്മയായ സ്ത്രീ പറയുകയാണ്, വേണ്ട, എൻ്റെ അവൾ കൊണ്ടുപോട്ടെ ആ കുഞ്ഞിനെ, എൻ്റെ കുഞ്ഞിനെ വെട്ടാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ അതിൽ നിന്ന് സോളമൻ രാജാവ് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ജനങ്ങളൊക്കെ വിസ്മയിക്കാൻ തുടങ്ങി. എത്ര ബുദ്ധിപരമായിട്ടാണ് അത്രയും വലിയൊരു കോൺഫ്ലിക്റ്റ് സോളമൻ രാജാവ് സോൾവ് ചെയ്തത്. ഒരു ചെറിയൊരു പുഷ്പം പറിക്കുന്ന ലാഘവത്തോടു കൂടി എത്ര സിമ്പിളായിട്ടാണ് ഇത്രയും വലിയൊരു കാര്യം സോളമൻ രാജാവ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഒരു ബുദ്ധിശക്തിയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യത്തിലും ജനങ്ങൾ വിസ്മയിക്കാൻ തുടങ്ങി. ജ്ഞാനത്തിൽ, വിവേകത്തിൽ ജനങ്ങൾ വിസ്മയിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് 14 മുതൽ 18 വരെയുള്ള കാര്യങ്ങളിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ സോളമൻ രാജാവിനും വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ്സിനെ കുറിച്ചിട്ടാണ് 19ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. സ്ത്രീക്കെന്നല്ല, ഒരുപാട് സ്ത്രീകളുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സോളമൻ രാജാവ്. അത് കർത്താവിന് തീരെ പ്രീതിപ്പെട്ട കാര്യമായിരുന്നില്ല. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. എന്താ പറയുന്നത്? നീ ഇത്രമാത്രം ജ്ഞാനിയായിരുന്നിട്ടും, നിനക്ക് ഇത്രമാത്രം കർത്താവിൻ്റെ കൃപയുണ്ടായിട്ടും നിനക്ക് അവിടെ ഒരു വീക്ക്നെസ് ഉണ്ടായി. നീ സ്ത്രീകൾക്ക് അധീനനായി. സ്ത്രീകളുമായിട്ട്, പല ദേശങ്ങളിലുള്ള പല ഭാഷകളിലുള്ള സ്ത്രീകളുമായിട്ട് സോളമൻ രാജാവ് പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അഭിലാഷങ്ങൾക്ക് കീഴ്പ്പെടാൻ തുടങ്ങി. അത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. 20ാമത്തെ വാക്യത്തിൽ പറയുന്ന, നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. ഇങ്ങനെ നീ പ്രവർത്തിച്ചതുകൊണ്ട് നിൻ്റെ ആ ഒരു നല്ല പേരിന്, ലോകം മൊത്തം നിന്നെ അറിയപ്പെട്ട നിൻ്റെ ജ്ഞാനത്തിൻ്റെ പേരിലാണ് അല്ലേ, ആ പേരിന് നീ കളങ്കം വരുത്താൻ തുടങ്ങി. നിൻ്റെ ഈ പ്രവൃത്തി നിമിത്തം സന്തതി പരമ്പരയെ നീ മലിനമാക്കി. നിൻ്റെ ഈ പ്രവൃത്തി നിമിത്തം നിൻ്റെ സന്തതി പരമ്പരകളെ വരെ നീ മലിനമാക്കി. അപ്പോൾ ഒന്നാമത്തെ കുറ്റം എന്താണ്? നിൻ്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി, നിൻ്റെ ഈ ഒരു സ്വഭാവം കാരണം. രണ്ടാമത്തത് എന്താണ്? സന്തതി പരമ്പരയെ നീ മലിനമാക്കി. മൂന്നാമത്തത്, നിൻ്റെ സന്തതികളെ ക്രോധത്തിനിരയാക്കി. കർത്താവിൻ്റെ ക്രോധം പതിക്കുന്ന രീതിയിൽ അവരെ നീ ക്രോധത്തിനിരയാക്കി. അപ്പം നിൻ്റെ സന്തതികളെ മലിനമാക്കി, അവരെ നീ ക്രോധത്തിനിരയാക്കി. നിൻ്റെ ഭോഷത്വം അവർക്ക് ദുഃഖ കാരണമായി. അവർ പിന്നീട് നിൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ട അവസ്ഥ വരെ എത്തി. അത് നിൻ്റെ ഈ അഭിലാഷങ്ങൾക്ക് കീഴ്പ്പെടുന്ന സ്ത്രീകളുമായിട്ടുള്ള തെറ്റായ ബന്ധം പുലർത്തുന്ന നിൻ്റെ ഈ സ്വഭാവം, വീക്ക്നെസ് കാരണമാണ്. എന്തൊക്കെ കാരണമാണ്? 4 കാരണങ്ങളാണ് പ്രഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. ഒന്നെന്താണ്? നിൻ്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. 2 എന്താണ്? സന്തതി പരമ്പരയെ മലിനമാക്കി. 3 എന്താണ്? അവരെ നീ ക്രോധത്തിനിരയാക്കി. 4 നീ അവരെക്കുറിച്ച് ഓർത്ത് നിൻ്റെ ഭോഷത്വം അവർക്ക് ദുഃഖ കാരണം ആയി. ഈ 4 കാര്യങ്ങളാണ് പ്രഭാഷകൻ 20ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 21 പറയുന്നത്, അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. അങ്ങനെ ഇസ്രായേൽ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. 1 നോർത്തേൺ, 2 സദേൺ. ഈ നോർത്തേൺ എന്ന് പറയുന്നത് 12 ഗോത്രങ്ങളിലെ 10 ഗോത്രങ്ങളും ഈ നോർത്തേൺ സൈഡിലേക്കും പോയി. ഈ സദേൺ സൈഡിലേക്ക് 2 ഗോത്രങ്ങൾ മാത്രമേ വന്നുള്ളൂ. അതൊന്ന് യൂദായും രണ്ടാമത്തത് ബെഞ്ചമീനും മാത്രമാണ്. ഓക്കെ, ബാക്കി 10 ഗോത്രങ്ങൾ നോർത്തേൺ സൈഡിലേക്കും പോയി. 2 ഗോത്രങ്ങൾ മാത്രം എവിടേക്ക് വന്നു? സദേൺ സൈഡിലേക്ക് വന്നു. അങ്ങനെ രാജ്യം തന്നെ നിൻ്റെ ഈ പ്രവർത്തനം കാരണം വിഭജിച്ചു. എഫ്രായിമിൽ നിന്ന് ഉദ്ധത്തമായ ഒരു രാജ്യം ഉയർന്നു വന്നു. അതെവിടെയാണ്? എഫ്രായിം ഇതിലെവിടെയായിരിക്കും? ഈ നോർത്തേൺ സൈഡിലായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്തേൺ സൈഡ് ശക്തമാവാൻ തുടങ്ങി. ഈ നോർത്തേൺ സൈഡിന് വളരെ വീരന്മാരായിട്ടുള്ള ആളുകൾ ഭരിക്കാൻ തുടങ്ങി ഈ നോർത്തേൺ റീജിയൻ. ഓക്കെ, അതാണ് രാജ്യം നീ കാരണം വിഭജിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത്. 22ാമത്തെ വാക്യം, കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. എങ്കിൽ പോലും, നീ ഇത്രയും ചെയ്തെങ്കിൽ പോലും, ദൈവം നിനക്ക് ചെറിയ ശിക്ഷ തന്നെങ്കിൽ പോലും ദൈവം കരുണയില്ലാത്തവനല്ല. ദൈവം എല്ലാ സൃഷ്ടികളോടും കാരുണ്യം കാണിക്കണവനാണ്. നിൻ്റെ സന്തതി പരമ്പര നിശേഷം നശിച്ചു പോകാനായിട്ട് ദൈവം ഒരിക്കലും ഇടവരുത്തുകയില്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. എന്താ പറയുന്നത്? അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റില്ല. രാജ്യം വിഭജിച്ചെങ്കിൽ പോലും താൻ തിരഞ്ഞെടുത്ത പിൻഗാമി ആരാണ്? സോളമൻ രാജാവ്. അവൻ്റെ സന്തതികളെ കർത്താവ് നിശേഷം നശിപ്പിക്കുമോ? ഇല്ല. തുടച്ചു മാറ്റോ? ഇല്ല. അത് മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിച്ച് കളയുകയുമില്ല. ഓക്കെ, അതിനുശേഷം പറയാണ്, അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിൻ്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവിടുന്ന്
അവശേഷിപ്പിച്ചു. അതുകൊണ്ടിട്ടാണ് യാക്കോബിൻ്റെ പേരിൽ ഇന്നും തലമുറകൾ നിലനിൽക്കുന്നതും ദാവീദിൻ്റെ വംശത്തിൽ ഒരു സന്തതിയെ അവശേഷിപ്പിക്കുന്നതും. അതാണ് നമ്മുടെ സാമുവലിൻ്റെ പുത്രനായിട്ടുള്ള രാഹോബോവാം. ആരാണ്? രാഹോബോവാം. രാഹോബോവാമിനെ കുറിച്ചാണ് ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവരുടെ സന്തതി പരമ്പരയെ ഒരിക്കലും കർത്താവ് നശിപ്പിച്ച് കളയുകയില്ല, നിശേഷം ഇല്ലാതാക്കുകയില്ല. ഒരാളെയെങ്കിലും കർത്താവ് അവശേഷിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ സാമുവൽ, ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ ആര് വന്നു? സാമുവൽ വന്നു. സാമുവലിൻ്റെ മകനായിട്ടുള്ള രാഹോബോവാം വന്നു. പക്ഷേ ഈ രാഹോബോവാം ഭരിച്ചിരുന്നത് ഈ കുഞ്ഞ് റീജിയനായിട്ടുള്ള സദേൺ റീജിയനാണ്. യൂദ, ബെഞ്ചമിൻ മാത്രം അടങ്ങിയിട്ടുള്ള സദേൺ റീജിയനാണ്. ഈ നോർത്തേൺ റീജിയൻ, എഫ്രായിം ഉൾപ്പെടെയുള്ള ഈ നോർത്തേൺ റീജിയനാണ് സ്ട്രോങ്. അവിടെ 10 ഗോത്രങ്ങൾ ഒന്നിച്ചു കൂടിയതാണ്. അത് ഭരിച്ചിരുന്ന ആളാണ് ജെറോബോവാം. ആരാണത്? ജെറോബോവാം. ഓക്കെ, ജെറോബോവാം നമ്മുടെ സാമുവലിൻ്റെ ഒരു ദാസനായിരുന്നു. ദാസൻ്റെ പുത്രനായിരുന്നു ജെറോബോവാം. പക്ഷെ തൻ്റെ സ്വന്തം പുത്രൻ ആരാണ്? രാഹോബോവാം. രാഹോബോവാമാണ് സദേൺ റീജിയൻ ഭരിച്ചുകൊണ്ടിരുന്നത് രാജ്യവിഭജനത്തിന് ശേഷം. ഇനി നമ്മുടെ മൂന്നാമത്തെ ഹെഡിങ് ആയിട്ടുള്ള റഹോബോവാമും ജെറോബോവാമിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ പറയുന്നത്. സോളമൻ പിതാക്കന്മാരോട് ചേർന്നു എന്ന് വെച്ചാൽ എന്താണ്? സോളമൻ മരിച്ചു, അവൻ്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. ആരാണ് ആ ഒരുവൻ? അവനാണ് നമ്മുടെ ഈ രാഹോബോവാം. ആരാണ്? രാഹോബോവാം, ആദ്യം പറയുന്ന ആൾ. ഇനി ഇവൻ്റെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. വിഡ്ഢിത്തത്തിന് ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ രാഹോബോവാമിൻ്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിനു കാരണമായി. അപ്പം എന്താ പറയുന്നത്? വിഡ്ഢിത്തത്തിൽ ഒന്നാമനും, ഭോഷത്വത്തിൽ ഒന്നാമനും, വിവേകത്തിൽ ഒടുവിലത്തവനും, വിവേകമില്ലാത്തവനും ഒപ്പം വിഡ്ഢിയുമായ സോളമൻ്റെ പുത്രനായിട്ടുള്ള രാഹോബോവാമിൻ്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ കലാപത്തിന് കാരണമായി എന്ന് പറയുന്നത് രാഹോബോവാം കുറേ എന്താ പറയുക, ഇക്കണോമിക് ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ രാജ്യത്ത് വരുത്തി. അപ്പോൾ ടാക്സ് കൂട്ടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭരണരീതിയിൽ മാറ്റം കൊണ്ടുവന്നപ്പോൾ ആളുകൾ രാജാവിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജനങ്ങൾ ജെറോബോവാമിനെ രാജാവാക്കിയിട്ട് ഈ നോർത്തേൺ സൈഡിലേക്ക് പോകുന്നത്. രാഹോബോവാമിനോടുള്ള ദേഷ്യം കൊണ്ടിട്ടാണ് ഈ 10 ഗോത്രങ്ങളും ഒന്നിച്ച് ജെറോബോവാമിൻ്റെ കീഴിലേക്ക് പോകുന്നത്. അതവർ സ്ട്രോങ് ആയി മാറുകയും ചെയ്തു. അതിന് കാരണം എന്താണ്? രാഹോബോവാമിൻ്റെ ഭരണരീതിയായിരുന്നു, ഭരണത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു. ആ മാറ്റങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചില്ല. ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തങ്ങൾക്ക് പുതിയൊരു രാജാവിനെ അന്വേഷിച്ച് അവർ കണ്ടെത്തിയ രാജാവാണ് ജെറോബോവാം. പക്ഷേ നമ്മുടെ രാഹോബോവാമിൻ്റെ കൂടെ നിന്നു ആര്? യൂദാ ഗോത്രവും നിന്നു, ബെഞ്ചമിൻ ഗോത്രവും നിന്നു. ബാക്കി എല്ലാവരും തങ്ങളുടെ പുതിയ രാജാവായിട്ടുള്ള ജെറോബോവാമിൻ്റെ പുറകെ പോയി. അടുത്തത് ജെറോബോവാമിനെ പറ്റിയാണ് പറയുന്നത്. നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാമും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു, എഫ്രായിമിനെ പാപമാർഗത്തിൽ നടത്തി. അപ്പോൾ ഇത് ജെറോബോവാമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തിന്മയിലേക്ക് നയിച്ചു, പാപമാർഗത്തിലേക്ക് എഫ്രായിമിനെ നടത്തി. അതെന്തായിരിക്കും ആ പറയുന്നത്? ഈ 10 ഗോത്രങ്ങളുടെയും രാജാവായി നിന്ന ജെറോബോവാമിൻ്റെ വീക്ക്നെസ് ആയിരുന്നു അന്യദേവന്മാരെ സേവിക്കുക. ഓക്കെ, മറ്റ് ദേവന്മാരുടെ പ്രതിമകളെ സേവിക്കുകയും അവരുടെ ആ ഒരു ഐഡലിനെ വർഷിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യലായിരുന്നു പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ജോലി. അതിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടുന്നതും പുള്ളിയുടെ മെയിൻ ഒരു കാര്യമായിരുന്നു. അങ്ങനെ എഫ്രായിമിനെ പാപമാർഗത്തിലേക്ക് ഈ ജെറോബോവാമിൻ്റെ കീഴിൽ നയിക്കാൻ തുടങ്ങി. അങ്ങനെ ജെറോബോവാമും രാഹോബോവാമും വലിയ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി. തന്മൂലം ജനം ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അടുത്ത വാക്യം പറയുന്നത്, സ്വദേശത്ത് നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. സ്വന്തം ദേശത്തിൽ നിന്നും തിന്മ ചെയ്തവൻ ബഹിഷ്കരിക്കപ്പെടും അല്ലേ? ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം ആ ജനതകൾ അത്രമാത്രം പാപം ചെയ്യാൻ തുടങ്ങി. ആരുടെയൊക്കെ കീഴിൽ? രാഹോബോവാമിൻ്റെയും ജെറോബോവാമിൻ്റെയും കീഴിൽ. തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. കർത്താവ് വലിയ പ്രതികാരം ഇവരോട് ചെയ്യുന്നത് വരെയും അതുവരെയും ഇവർ കർത്താവിനെ അറിഞ്ഞില്ല. പ്രതികാരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് കർത്താവ് ആരായിരുന്നു എന്നും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് വലിയവെന്നും അവർ തിരിച്ചറിയാൻ തുടങ്ങി. അതുവരെയും അവരെന്ത് ചെയ്തു? ഈ തെറ്റിൽ തന്നെ അന്യദേവന്മാരെ സ്തുതിച്ച് അന്യദേവന്മാരുടെ മുന്നിൽ മുട്ടുകുത്തി അവർക്ക് കീർത്തനങ്ങൾ പാടി നടന്നു. ഇതാണ് രാഹോബോവാമിൻ്റെയും ജെറോബോവാമിൻ്റെയും സ്റ്റോറി. ഇത്രയുമാണ് 47-ാമത്തെ അധ്യായത്തിൽ പ്രഭാഷകൻ പറഞ്ഞു വയ്ക്കുന്നത്.
വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.